എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പച്ചക്കുരുമുളകിട്ട് വരട്ടിയ ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പച്ചക്കുരുമുളക് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു പൂച്ചയെ കാണാനുള്ളൂ, അല്ലെങ്കിൽ കുറേയധികം പൂച്ചകളുണ്ടാവും. ഇത് കണ്ടു, എൻ്റെ റോസ്, പിന്നെ മഞ്ഞളുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ട്. ഇതാ കുരുമുളക് പറിക്കാൻ പോവുകയാണ്. നമ്മുടെ പറമ്പിൽ തന്നെ കുരുമുളകുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള 2-3 പറിച്ചെടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് എന്നെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളകൊക്കെ പറിച്ച്, അധികമൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം. കുരുമുളക് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ 3 തിരിയാണ് എടുക്കുന്നത്. 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുരുമുളക് തിരിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. കുരുമുളക് മാത്രം മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ കുരുമുളകും പച്ചമുളകും 2 കൂടിയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, 2 വലിയ സവാള അരിഞ്ഞത്, പിന്നെ വേണ്ടത് ചെറുനാരങ്ങ. ഇതെല്ലാം കൂടിയിട്ട് ആണ് വേണ്ടത്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട്, കുരുമുളക് എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു വലിയ സ്പൂൺ ഇഞ്ചി, വലിയ സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ചതഞ്ഞാൽ മതിയാവും. ഇനി ഒരു പാത്രത്തിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ചത് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങക്കൊത്ത്, പിന്നെ ഈ ചതച്ചെടുത്ത മസാല പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മൂപ്പിക്കാനുള്ളതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കരയാമ്പൂവ്, തക്കോലം, ജാതിപത്രി, ജാതിക്ക എല്ലാം ചേർത്തിട്ട് പൊടിച്ചതാണ്. പെരിഞ്ചീരകം എല്ലാം കൂടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിന് ശേഷം മസാലയിലും കൂടിയും കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നതായിരിക്കും. അപ്പം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. സവോളയിലത്തെയും ഉള്ളിയിലത്തെയൊക്കെ വെള്ളം വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അതിന് ശേഷം ഇത് മൂടി ഒരു 5-6 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച്, അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ അതുപോലെ തുടച്ച് കളഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും, നന്നായി ചൂടായി കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2-3 കരയാമ്പൂവ്, പിന്നെ ജാതിപത്രിയാണ് ഇത്. ജാതിപത്രി ഒരു 2-3 കഷ്ണം ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം തക്കോലം 2 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ബേ ലീവ്സ് ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത മണം വരുമ്പോൾ മൂത്ത മണം വരുന്ന വരെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ ഇത് മൂത്ത മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവോളയും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചെറിയുള്ളി മുഴുവൻ ചെറിയുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയണ വരെ വഴറ്റിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൽ എണ്ണയുടെ അംശം കുറവാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ബീഫ് പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ ആവും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ കണ്ടു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ പച്ചക്കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.